അതുപോലെ സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് നിബിധങ്ങൾ അന്ന് നൽകിയിട്ടുള്ളത്. വരിബൽ ജാഹിലിയത്തി മൗദൂ, ജാഹിലിയ കാലത്ത് അനുവർത്തിച്ചു വന്നിട്ടുള്ള പലിശ ഇടപാടുകൾ ഇന്നു മുതൽ സമ്പൂർണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി പലിശ പാടില്ല. വഅവ്വലു റിബൻ അദഉ മിൻ റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എൻ്റെ എളാപ്പയായ അബ്ബാസിന്റെ പലിശക്കച്ചവടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുഴുവൻ പലിശയും ഞാനിപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു. ആരും ഇനി പലിശ കൊടുക്കേണ്ടതില്ല. ഇനി അങ്ങോട്ട് എല്ലാവരും ഇതുപോലെ തന്നെ പലിശയ്ക്ക് വേണ്ടി കടം കൊടുത്തവർ പലിശ വാങ്ങാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാരണം നമുക്കറിയാം, പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ലാഭനഷ്ടക്കൂറാണ്. ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്നതാണ്. ലാഭത്തിൽ ഞാൻ കൂറുണ്ട്, നഷ്ടത്തിൽ ഞാൻ കൂറാകില്ല എന്ന് പറയുന്നതും ഇസ്ലാമികമായ കച്ചവടത്തിന്റെ രീതിയല്ല. ഒരിക്കലും തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്ത് എന്തെങ്കിലും തട്ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൈക്കലാക്കരുത്, പരസ്പരം സ്വത്തുക്കൾ കൊള്ളയടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയായ പലിശയെ പൂർണ്ണമായും വിവാദനം ചെയ്യുക എന്ന മഹത്തായ ഒരു കാര്യമാണ് അറഫാ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുന്നിൽ അതിശക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്ന്. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാമൂഹിക സമത്വത്തിന്റെ സങ്കല്പമാണ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് ഉയർന്നു വന്ന ഒരു ആശയം അല്ല. ഏറ്റവും വലിയ ഈക്വാലിറ്റി ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ലാ ഫضل لعربي على عجمي ولا لعجمي على عربي ولا لأحمر على أسود ولا لأسود على أحمر إلا بالتقوى. ദേശഭാഷയുടെയും വർണ്ണലിംഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യന് യാതൊരു പവിത്രതയും ഇല്ല, വ്യത്യാസങ്ങളില്ല. എല്ലാവരും സമന്മാരാണ്. ഭക്തി കൊണ്ട് മാത്രമാണ്, തഖ്വ കൊണ്ട് മാത്രമാണ് മനുഷ്യരിൽ സ്ഥാനവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. ഇന്ന് ലോകത്ത് നടമാടി വരുന്ന വംശീയ ധ്രുവീകരണങ്ങൾ, വംശീയ നശീകരണ പ്രക്രിയകൾ, വംശനാശം വരുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലം നീണ്ടുനിന്ന വംശീയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും, അമേരിക്കയിലും യൂറോപ്പിലും ഇന്ന് ഈ വംശീയ മനോഭാവമാണ് അവിടുത്തെ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത്. വംശങ്ങളെ നോക്കിയിട്ട് എൻ്റെ വംശം നിലനിൽക്കട്ടെ, വെളുത്തവനാണ് ഉന്നതൻ, കറുത്തവന് സ്ഥാനമില്ല എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ അതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നബിതങ്ങൾ നടത്തിയിട്ടുള്ള ആ അവസാന പ്രഖ്യാപനം. അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് 23 വർഷക്കാലം കാണിച്ചു പഠിപ്പിച്ച കാര്യങ്ങളെ സമ്പൂർണമായ ഒരു പ്രഖ്യാപനമാണ് അറഫാ ദിനത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ മഹത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രത്യേകമായി ഉണർത്തി. ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖൽതുമൂഹുന്ന ബിഅമാനില്ലാ. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു തആല നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് സ്ത്രീകൾ. അത് നിങ്ങൾ വളരെ സൂക്ഷ്മം കൈകാര്യം ചെയ്യണം. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. നിങ്ങൾക്കവർ ഹലാലായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമപ്രകാരമാണ്. വലക്കും അലൈഹിന്ന അല്ലാ യുവത്തിന ഫുറുഷക്കും അഹദൻ തക്റഹൂനഹു. അതുകൊണ്ട് നിങ്ങൾ ചാരിത്ര്യ ശുദ്ധിയെ കാക്കണം. നിങ്ങളുടെ വിരുപ്പുകളിൽ മറ്റാരും കയറി വരാൻ പാടില്ല. അതിനെ സ്ത്രീകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് പുരുഷൻ സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഫഇൻ ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബർറഹിൻ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ചാരിത്ര വിശുദ്ധിയുടെ വിഷയത്തിലോ മറ്റോ അബദ്ധങ്ങൾ വരുത്തിയാൽ, ചതി വരുത്തിയാൽ അതിനർഹമായ ശിക്ഷകൾ നൽകപ്പെടേണ്ടതുണ്ട്. അതെല്ലാം സ്വതന്ത്രമായ നിലയ്ക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാവുകയും കുടുംബ ശൈഥില്യം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ സ്വത്തും സമ്പത്തും സംരക്ഷിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യമേറ്റെടുത്ത സ്ത്രീകൾ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അത് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. അവർക്ക് വസ്ത്രം കൊടുക്കണം. അതെല്ലാം നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിന് മാന്യമായ രീതിയിലുള്ള ഭക്ഷണവും വസ്ത്രവും നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീയെ ഒരു അമാനത്തായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, പരസ്പരം വിശ്വാസമുണ്ടാകണം. സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയെയോ വഞ്ചിക്കാൻ പാടില്ല. കിടപ്പറകൾക്ക് പവിത്രതയുണ്ട്, അവിടെ മറ്റാർക്കും കടന്നു വരാൻ അവസരം കൊടുക്കരുത്. പരസ്പരം ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശം. ലോകത്തെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദുരാചാരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മഹത്വത്തോടൊപ്പം തന്നെ അതിൽ വരുന്ന ശൈഥില്യങ്ങളെ കൂടി ഉയർത്തുന്ന ഈ ഒരു ആഹ്വാനത്തെ നാം ഗൗരവപൂർവ്വം ഓർക്കേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം അന്ന് നബിതങ്ങൾ കൊടുത്തിട്ടുള്ള ആ തൊളുത്തിയിട്ടുള്ള ഒരു ദീപശിഖയുണ്ട്. അതാണ് ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇവിടെ വന്നവർ ഇത് കേട്ടുപോയാൽ പോരാ, ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ഇത് പകർത്തി കൊടുക്കണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരോട്, കുടുംബക്കാരോട്, ബന്ധുക്കളോട്, സഹജീവികളോട് പരസ്പരം ദീനിന്റെ കാര്യങ്ങൾ ഉണർത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് പ്രബോധനത്തിന് വേണ്ടി മാത്രമായി കഴിയേണ്ടതും ആ കാര്യത്തിൽ പെട്ടത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം കശ്മീരിന്റെ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമത്തെ നാം വായിച്ചിട്ടുണ്ട്. ഏറെ വർഷങ്ങൾ തുടർന്നു വന്ന അക്രമങ്ങൾക്ക് വലിയ തോതിലുള്ള സമാധാനമുണ്ടായെങ്കിലും ഇപ്പോഴും തീവ്രവാദികൾ അത്തരം പ്രവണതകൾ തുടരുന്നത് പലപ്പോഴും മതത്തിന്റെ പേരിൽ കൂടിയാകുന്നത് വളരെ മോശമായ കാര്യമാണ്. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ പേരിൽ അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നത് അറഫയുടെ മഹത്തായ സന്ദേശത്തിന്റെ ഭാഗം കൂടിയായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ ഉണർത്തിയ നമ്മുടെ മസ്ജിദിൽ 90 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതുമാത്രമല്ല, 90 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന് വലിയ മഹത്വമുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ജാവസ 90 ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. 90 കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദോഷവും പുറത്തു പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. സൽക്കർമ്മത്തോടെ ആയുസ് നീണ്ടവർക്ക് സൗഭാഗ്യമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ.